ഒരുപാട് ആളുകൾ ആദ്യം തന്നെ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് സ്റ്റഡിയോ അനാലിസിസ് നടത്താതെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കും. മൊബൈൽ ആപ്പ് ഉണ്ടാക്കാൻ 10 ലക്ഷം 20 ലക്ഷം സ്പെൻഡ് ചെയ്യും. ഒരു വർഷക്കെടുത്തേക്ക് മൊബൈൽ ആപ്പ് സൂപ്പറായിട്ട് മൊബൈൽ ആപ്പ് ഉണ്ടാക്കി. അതിന്റെ അഡ്മിൻ ആപ്പ് ഉണ്ട്, കസ്റ്റമർ ആപ്പ് ഉണ്ട്, വെണ്ടർ ആപ്പ് ഉണ്ട്, ഒക്കെ സെറ്റായി. എന്നിട്ട് മാർക്കറ്റിൽ ഇറങ്ങാൻ നോക്കുമ്പോൾ പൈസ ഉണ്ടാവില്ല. എസ്പെഷ്യലി B2C ലെവലിൽ ഒരു കൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ബജറ്റ് നല്ലോണം, കാശ് വലിച്ചെറിയണം. അവിടെ നമ്മൾ ആളുകളൊക്കെ ബാക്കോട്ടാണ്. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് 10-20 ലക്ഷം ചെലവാക്കും. അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലക്ഷം പോലും ചെലവാക്കാൻ മടിയാണ്. പിന്നെ പ്രൊഡക്റ്റ് സക്സസ് ആവില്ല, ഫണ്ടിങ് നോക്കണമെന്ന് അറിയാം. അപ്പോൾ ആ ഫണ്ടിങ് വേണ്ടി ആലോചിക്കും. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഫണ്ടിങ് വിഷയമില്ലായിരുന്നു. ഇത് നമ്മുടെ ആളുകളുടെ ഒരു മെന്റാലിറ്റിയാണ്. എത്രയോ ആളുകൾ നല്ല നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 5 lakh 2 lakh 3 lakh ചെലവാക്കൂല. റേഡിയോ ആഡ്സിന് ഒരു FM ആഡ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോർഡിങ്ങിന് വേണ്ടിയിട്ട് 10 lakh ചെലവാക്കും. പക്ഷെ അതിനേക്കാൾ റിസൾട്ട് ഇവിടെ കിട്ടും, എന്നാലും ചെലവാക്കൂല. ഒരു പ്രൊഡക്റ്റ് പ്രോബ്ലം കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും, മറ്റ് മീഡിയകൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ ഡിപ്പെൻസ് അപ്പോൾ ബിസിനസ് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായും വിജയിക്കും.